ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് അയർലൻഡിൽ ഈ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ശരിക്കും പലയിടത്തും ഒറ്റപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടമെങ്കിലും നോക്കി നമ്മളെ അവർ രൂക്ഷമായി നോട്ടമെങ്കിലും നോക്കി നമ്മളെ അവർ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് നമ്മളോട് ഒത്തിരി കലിപ്പുണ്ട്. അതിങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല, അതൊക്കെ ഇപ്പം പലയിടത്തും ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി അവരുടെ മീഡിയകളിലൊക്കെ നമ്മളത് പബ്ലിഷ് ചെയ്യാതിരിക്കുക, നമ്മൾ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഐറിഷുകാർ മൊത്തത്തിൽ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും തന്നെ നല്ല ആൾക്കാരുണ്ട്. കുറച്ച് അതായത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഒരു റൈറ്റ് വിങ്സ്, അവരാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. അപ്പം നമ്മൾ അവരെ അധികം പ്രകോപനം കൊടുക്കാതെ നമ്മൾ മാന്യമായി തന്നെ ജീവിച്ചു പോവുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. എല്ലാം നമ്മളെടുത്ത് പബ്ലിഷ് ചെയ്ത് നാട്ടുകാരിലേക്ക് എത്തിച്ച് ഐറിഷുകാരും വായിച്ച് അത് വലിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. വേറൊരു കാര്യം ഞാൻ പറയാൻ വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിരുന്നു. ഒരു റേപ്പ് കേസുമായി ബന്ധപ്പെട്ട്, പാർക്കിൽ വെച്ച് റേപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് എന്നാണ്, മലയാളിയാണ്, സത്യത്തിൽ അത് മലയാളിയാണ്, ഇന്ത്യക്കാരനുമാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അത് പറഞ്ഞു വരുന്നത് വേറെ മലയൻ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അവരെ ഉടനെ തന്നെ അടുത്ത ആഴ്ച തന്നെ അത് കോർട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ മീഡിയ തന്നെ ഇവരുടെ റൈറ്റ് വിങ്ങിൻ്റെ കുറച്ച് പത്രങ്ങളുണ്ട്, അതിനകത്തെല്ലാം ഇവ മലയൻ ഇന്ത്യൻ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ മലയൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആൾ മലയൻ ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഇവർ ഉടനെ തന്നെ അടുത്ത ആഴ്ച തന്നെ അവനെ എങ്ങോട്ട് കൊണ്ടുവരും, കോർട്ടിൽ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി പത്രക്കാർ ഫോട്ടോ എടുക്കുകയും അവൻ്റെ ഒറിജിൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ അടുത്തൊക്കെ ചോദ്യം വരും. നിങ്ങൾ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ പലരും ചോദിക്കും. അപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ മതി, മലയൻ എന്ന് പറഞ്ഞാൽ മതി. മലയൻ എന്ന് പറഞ്ഞാൽ മലേഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ഒരു വിഭാഗത്തെയാണ് മലയെന്ന്. അവരിപ്പം മലേഷ്യയിലുണ്ട്. അപ്പോൾ അവനാണെന്ന് പറഞ്ഞാൽ മതി, നമുക്കതേ തടി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പരമാവധി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ തട്ടിപ്പ് നടത്തുന്ന ഒത്തിരി ടീമുണ്ട്. റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് നടത്തി ഇപ്പോൾ പാത്തും പതുങ്ങി ഞാനൊന്നും ചെയ്തില്ലേ, ഞാൻ പാവാണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ മലയാളി ഏജൻറ്റുമാരുണ്ട്. 10-15 ലക്ഷമൊക്കെയാണ് അവർ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആർക്കും പൈസ മേടിക്കണ്ട, ഇപ്പോൾ എല്ലാം മിണ്ടാതിരിക്കുകയാണ്. പലരും ഇല്ലീഗലായിട്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതായത് IELTS OET ഒന്നും ഇല്ലാത്ത പിള്ളേരെ കാശ് കൊടുത്ത് പാസ്സാക്കി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയും കുറേ കേസുകളുണ്ട്. പിന്നെ കുറേ ഏജൻറ്റുമാരുടെ പണിയാണ്. ഇവിടുത്തെ മലയാളി ഏജൻറ്റ് അതിനകത്ത് ഇൻവോൾവ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. എൻ്റെ ഹോസ്പിറ്റൽ വന്ന ഒരു ആൾ തന്നെ നേരിട്ട് പറഞ്ഞാണ് അയാൾ വന്നത് ഇവിടെ ദുബായിൽ നിന്ന് UK വരികയും UK നിന്ന് കടൽ മാർഗം നോർത്തേൺ ഐലൻഡ് വരികയും അവിടുന്ന് ഇവിടെ കുടിയേറി റെഫ്യൂജി സ്റ്റാറ്റസായിട്ട് ഹോട്ടലിലാണ് താമസം. അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ജോലി എന്തായാലും 2-3 ദിവസം അവർക്ക് ജോലിക്ക് പോകാം. അതേപോലെ തന്നെ അവർക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കും, നല്ല ഫുഡ് കൊണ്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് നല്ല റൂം, താമസം എല്ലാം ഫ്രീ ആണ്. പിന്നെ അസുഖം വന്നാൽ അന്നേരം തന്നെ നല്ല ഹോസ്പിറ്റലിൽ കയറ്റുന്നു, ചികിത്സ, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരു 60 വയസ്സുള്ള മനുഷ്യനാണ്, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്ന് അസുഖം ട്രീറ്റ്മെൻറ്റ് നടന്നു, ഞാൻ ഓപ്പറേഷൻ. നാട്ടിലാണ് 25 ലക്ഷം രൂപ സർജറി ഉള്ളൊരു കേസാണ്. അദ്ദേഹം ഇവിടെ വന്ന് ചെയ്തു, ഈസി ആയിട്ട് പോകാം. ഇനി എനിക്ക് 2 വർഷം കഴിഞ്ഞ് തിരിച്ച് പോയാൽ മതി, അതുവരെ ഞാനിവിടെ പണിയെടുക്കും, അത് കഴിഞ്ഞ് ഒറ്റ പോക്ക് പോകും. ഇത് ചെയ്യുന്ന ഏജൻറ്റുമാർ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഏജൻറ്റുമാരാണ് ഇതിൻ്റെ പുറകിൽ. അതിന് മലയാളി ഉണ്ടോ എനിക്കറിയത്തില്ല, ഉണ്ടാകാം. അപ്പം ഇവിടെ ഈ തട്ടിപ്പൊക്കെ നടത്തുന്ന മലയാളികളെല്ലാം പാത്തിരിക്കുകയാണ്. ഇപ്പോൾ ആരും പുറത്തേക്ക് വരുന്നില്ല. പൈസയൊക്കെ മേടിച്ച് ഇങ്ങനെ കാശൊക്കെ മേടിച്ച് ഇങ്ങനെ കോടികളുണ്ടാക്കിയ 200-300 കോടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പല ഏജൻറ്റ് മലയാളികൾസും ഉണ്ട്. കാശ് മേടിച്ച് 15 ലക്ഷമൊക്കെയാണ് ഒരു കുട്ടിയോട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, നിങ്ങൾ 10-200 പേരെ കൊണ്ടുവരുമ്പം 15 ലക്ഷം വെച്ച് ഒന്ന് കൂട്ടി നോക്കണം. അപ്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പം അവർ ചെയ്യുന്ന കുറേ തെണ്ടിത്തരങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 15 ലക്ഷം കൊടുത്തു വരുന്ന ഒരു കെയർ സ്റ്റാഫ് നാട്ടിൽ നിന്ന് അവന് ആ 15 ലക്ഷം കൊണ്ട് വരുമ്പോൾ അവൻ ഇച്ചിരി വെള്ളം അടിക്കാം, മദ്യം അടിക്കും, ചിലപ്പം ഇപ്പോൾ കച്ചറ ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ ഈ നാട്ടിലൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള കള്ളന്മാരെ തിരിച്ചറിയുക. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ആൾക്കാർ, നിങ്ങൾ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസി വഴി ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം പല ആളും ഒരു ദിവസം എനിക്ക് 1-2-3 കോള് വരാറുണ്ട്. ചേട്ടാ, ഇത് സത്യമാണോ, ഈ ന്യൂസ്, ഈ ഓഫർ ലെറ്റർ കറക്റ്റാണോ, ഈ ജോലി കറക്റ്റാണോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഏജൻറ്റ് നിങ്ങൾക്കൊരു ഓഫർ ലെറ്ററോ കോൺട്രാക്റ്റോ തന്നാൽ, ആ ഏജൻറ്റിന് അതിനകത്ത് ഒരു HR-ൻ്റെയോ അതിനകത്ത് ഒപ്പിട്ട HR മാനേജറുടെയോ നമ്പറോ ഇമെയിലോ ഫോൺ നമ്പറോ കാണും. അപ്പോൾ അതിനകത്തേക്ക് ആ കമ്പനി ഉണ്ടോ നോക്കുക,
നാട്ടുകാരെ വിളിച്ചു ചോദിക്കുക. എന്നിട്ട് അവർക്കൊരു ഇമെയിലോ അവരെ ഫോണോ വിളിച്ചു ചോദിക്കുക, ഈ ഇങ്ങനൊരു ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി, ഇത് കറക്റ്റാണോ, എന്നാൽ ഞാൻ പൈസ കൊടുക്കാൻ പോവുകയാണ്, കറക്റ്റാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വരിക. അല്ലെങ്കിൽ തട്ടിപ്പാണ്. പിന്നെ വേറൊരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ വലിയ തട്ടിപ്പാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് പുറത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഓൾറെഡി അത് NMB ആൺബോർഡ് രജിസ്ട്രേഷൻ ആൺബോർഡിൽ അത് കേസ് വന്നിട്ടുണ്ട്. അവരത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ പല നേഴ്സുമാർക്കും ഈ OET കാലാവധി തീരാറായി നാട്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു മാർഗം എന്തെന്ന് വെച്ചാൽ, ഒരു ഏജൻറ്റിനെ പിടിക്കും. ഏജൻറ്റിന് കൊടുക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ ഏജൻറ്റിനോട് പറയും, ഏജൻറ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇവിടെ കൊണ്ടുവരും, നിങ്ങൾക്ക് നിങ്ങളുടെ OET എക്സാം കഴിയുന്നതിന് മുമ്പ് ഒരു ഡേറ്റ് എടുത്ത് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതി പാസ്സാക്കുന്നതോടം വരെ ഞാനിവിടെ നിർത്തും. അതിനുശേഷം ജോലി നിങ്ങൾക്കില്ല, ജോലിയില്ല, നിങ്ങൾ 15 ലക്ഷം രൂപ തരും, ജോലി ഉണ്ടാവില്ല, ജോലി ഞാൻ കണ്ടെത്താൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നേഴ്സുമാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കും. എക്സാം കഴിഞ്ഞാൽ ജോലിയില്ല, വളരെ ബുദ്ധിമുട്ടായി, ആരുടെയെങ്കിലും വീട്ടിൽ ആരുടെയും കരുണ കൊണ്ട് ജീവിക്കും. എന്നിട്ട് ജോലിക്ക് ഇങ്ങനെ അന്വേഷണം നടത്തും. അപ്പം ഇങ്ങനെ ചെയ്യുന്നവന്മാരും അറിഞ്ഞിരിക്കുക, ഇതും ഇല്ലീഗലായിട്ട് നിങ്ങളൊരാളെ കൊണ്ടുവരുവാണ്. സത്യത്തിൽ ആ എംപ്ലോയറോ ഇവർക്ക് ഓഫർ ലെറ്റർ കൊടുത്ത എംപ്ലോയറോ എംപ്ലോയ്മെൻറ്റോ കമ്പനിയോ ഇല്ല, അത് പൂട്ടിപ്പോയ ഒരു നേഴ്സിംഗ് ഹോമിൻ്റെ പേരിലായിരിക്കും ഇവരത് കൊടുക്കുന്നത്. അപ്പം ഈ പൂട്ടിപ്പോയ നേഴ്സിങ്ങിൻ്റെ പേരിൽ കൊടുക്കുന്ന HR അങ്ങനെ ഒരു HR ഉണ്ടാകുകയില്ല, ഇവർ തന്നെ ഒപ്പിടും, ഇവർ തന്നെ കൊടുക്കും. അത് തന്നെ വെച്ച് ഇവരെ കൊണ്ട് ഗാഡാക്കാട് കൊടുപ്പിക്കും. പക്ഷേ ഇതെല്ലാം റെക്കോർഡാണ്. ഏതെങ്കിലും കാലത്ത് നിങ്ങളെ പിടിക്കപ്പെട്ടാൽ, ഏതെങ്കിലും കാലത്ത് ഒരു അന്വേഷണം കംപ്ലയിൻ്റ് ആരെങ്കിലും കൊടുത്താൽ, നിങ്ങൾ എങ്ങനെ വന്നു, നിങ്ങളും പ്രതികളാവും. ഈ വരുന്ന പിള്ളേരും ഇല്ലീഗലി വന്നതാണെന്നുള്ള രീതിയിൽ പ്രതികളാവും, നിങ്ങളുടെ പിൻ നമ്പറും പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ഇതിന് വിജിലൻ്റായിട്ട്. നിങ്ങൾ ഇങ്ങനത്തെ പണിയിൽ ഏർപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇല്ലീഗലായിട്ട് വരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആരും തന്നെ വരാതിരിക്കുക. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. 08340666900. ജിനീഷ് എന്നാണ് എൻ്റെ പേര്. താങ്ക് യു.